കേരളത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകളിലൊന്നായിട്ടുള്ള അഴീക്കോട് ബീച്ച് അഥവാ മുസിരിസ് മുനക്കൽ ബീച്ച് അഴീക്കോട്. അവിടെയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ദിവസവും ഒരുപാട് സന്ദർശകരൊക്കെ വരുന്നൊരു ബീച്ചാണിത്. വരുന്ന സന്ദർശകരോട് ഒരു കാര്യം പറയാം, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് കരുതിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വിശാലമായൊരു പാർക്കിംഗ് ആണ് അഴീക്കോട് ബീച്ചിനുള്ളത്. പിന്നെ മറ്റുള്ളടുത്ത പോലെ ഒരു സാധാ ബീച്ച് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, പിന്നെ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്ലേസുകളൊക്കെ ഇവിടെ ഉണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ വലത്തെ സൈഡിലായിട്ട് കുട്ടികളുടെ പാർക്കാണ് കേട്ടോ. ഇതിന് പ്രവേശന ഫീസ് ഉള്ളതാണ്. ഇതിന് പുറമെ ഒരുപാട് സംഭവങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ ഉണ്ട് കേട്ടോ. പാർക്ക് കഴിഞ്ഞ് ലേശം മുമ്പോട്ട് നീങ്ങുമ്പോൾ തന്നെ ഈ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ നടത്തുന്നൊരു തരം ബൈക്കില്ലേ, അതിൻ്റെ ഒരു റൈഡിനുള്ളൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. മൂന്നാർ തേക്കടിയൊക്കെ പോലത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഈ സംഭവം. പിന്നെ പറയാനുള്ളത് വിശാലമായിട്ടുള്ള മണപ്പുറം കേട്ടോ, നീണ്ട് നിവർന്ന് കിടക്കാണ്. നല്ല വൃത്തിയുള്ള ബീച്ചാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ മലയാളികളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്, അത്ര വെടിപ്പായിട്ടൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. പിന്നെ ഈ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്, രണ്ട് പുഴകൾ വന്ന് കടലിൽ ചേരുന്ന ഒരു ബീച്ച് കൂടിയാണത്. ഇത് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ട് വിമാനങ്ങൾ വന്ന് തിരിയുന്ന ഒരു പോയിൻ്റ് അല്ലേ, ലാൻഡിങ്ങിന് മുന്നേ ആയിട്ട്, അത് ഈ ബീച്ചിന് മുകളിലായിട്ടാണ് വന്ന് തിരിയുക. നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പുഴയൊക്കെ വന്ന് കടലിലേക്ക് ചേരുന്ന ഒരു മനോഹര ദൃശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി ആളുകൾ ദിവസവും വന്നു പോകുന്നൊരു ബീച്ചുണ്ട്. ഞങ്ങളൊരു വർക്കിംഗ് ഡേ വന്നിട്ട് പോലും അത്യാവശ്യം ആളുകളൊക്കെ ബീച്ചിലുണ്ടായിരുന്നു. കേരളത്തിലെ ബീച്ചുകളിൽ പലതും പൊതുവെ ഡേഞ്ചറായി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരേക്കൊന്നും നമുക്ക് ഇറങ്ങി നിൽക്കാനും സാധിക്കുന്നില്ല. ആ മണൽത്തിട്ട കുത്തനെ താഴോട്ട് പോയിരിക്കുന്നത്, ലേശം ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നിലയില്ലാത്ത രീതിയിലേക്കൊക്കെ ഈ ബീച്ചിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്. നല്ല അടിപൊളി പൈൻ ഫോറസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. ക്യാമറയായിട്ട് അകത്ത് കയറാനായിട്ട് വെറും 100 രൂപയോ മറ്റോ ചാർജ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇതാ നേരെ നോക്കിയാൽ കാണുന്നുണ്ടോ മുനമ്പ ഹാർബർ. പക്ഷെ നേരെ കാണാൻ പറ്റുമെങ്കിലും അങ്ങോട്ട് പോകാനൊന്നും സാധിക്കില്ല. പോകണമെങ്കിൽ കാറിൽ കയറിയിട്ട് ഒരുപാട് ദൂരം കറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇതിനൊക്കെ പുറമെ ഒരു ഡിസേർട്ട് സഫാരിക്കുള്ളൊരു റൂട്ട് കൂടെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ എന്തെങ്കിലും വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.